ഹലോ, ഇന്ന് നമ്മളൊരു ക്യൂട്ടായിട്ടുള്ള ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിൻട്രസ്റ്റിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. അത് നമ്മൾ ഫോണിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 4-5 പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഒരു പീസിൽ നമ്മൾ ഫോണൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫോൺ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ ഫോൺ വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരേ സൈസിലുള്ള 5 കാർഡ്ബോർഡ് പീസസ് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു പോർഷനിൽ ഞാൻ ഇൻഡു ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻഡു ഇട്ട പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഒട്ടിക്കുന്ന സമയത്ത് എന്തായാലും മനസ്സിലാവും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഇത് ഒരു കാർഡ്ബോർഡിന്റെ കളർ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. ഒന്നല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെയിന്റ് വെച്ചിട്ട് കളർ ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ചെയ്യുന്നത്. കളർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ആ പോർഷൻ എല്ലാം മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊരു പോർഷനും കൂടെ നമ്മുടെ കാർഡ്ബോർഡ് പീസ് കാണുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളർ പേപ്പറും കൂടെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടും. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കാർഡ്ബോർഡ്സ് ഒക്കെ ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഫോൺ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് അല്ലേ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഇങ്ങനെ ഒരു 3 പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ കവറിന് ഒന്നും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഫോം ഷീറ്റ് ഉണ്ട് കേട്ടോ. അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിക്കണം എന്നൊരു നിർബന്ധമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയാസ്, നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാം. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം കൊടുക്കണം അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് ഒരു 3 പീസായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലിറ്ററി ഷീറ്റും കൂടെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ സ്റ്റാൻഡിൽ ഫോൺ വെക്കുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഡെക്കറേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം വർക്കിംഗ് ആണോ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും സംഭവം വർക്കിംഗ് ആണ്, അടിപൊളിയാണ്. നല്ലൊരു എസ്തെറ്റിക് ലുക്കുള്ള ഒരു ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. പിങ്കിൽ ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.